റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. മഞ്ചേരി മെഡിക്കൽ കോളേജ് കെട്ടിടങ്ങൾ അപകടാവസ്ഥയിലെന്ന റിപ്പോർട്ട്. ബി ബ്ലോക്കിന്റെ അടർന്നു വീണ ഭാഗം പ്ലാസ്റ്ററിംഗ് ചെയ്തിട്ടും വീണ്ടും അടർന്നു വീഴുന്നുവെന്ന് PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ റിപ്പോർട്ട്. വാർഡ് 4-ന് സമീപമുള്ള ടോയ്ലറ്റ് ബ്ലോക്ക് സ്ട്രക്ചറിന് വളരെയധികം കേടുപാടുകളുണ്ട്. സി ബ്ലോക്ക് കെട്ടിടത്തിന്റെ ഇരുവശത്തുമുള്ള ടോയ്ലറ്റ് ബ്ലോക്കും അൺഫിറ്റ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. NIT എഞ്ചിനീയറിംഗ് കോളേജിനെ കൊണ്ട് സ്ട്രക്ചറിൽ ഓഡിറ്റിംഗ് നടത്തണമെന്നും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് അഷ്കർ അലി കരിമ്പ. മഞ്ചേരി മെഡിക്കൽ കോളേജ് കെട്ടിടം അത്യന്തം അപകടാവസ്ഥയിലാണ് എന്ന് വ്യക്തമാക്കുന്നതല്ലേ ഓരോ ഭാഗങ്ങളിലെയും ഇളകി വീഴാറായി നിൽക്കുന്ന ഭാഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ റിപ്പോർട്ട്? ഇതിന്മേൽ എന്തുകൊണ്ടാണ് നടപടി വൈകുന്നത്? സുജ, അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്നതാണ് ഇപ്പോൾ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മഞ്ചേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നൽകിയിരിക്കുന്ന ഈ പരിശോധനാ റിപ്പോർട്ട് എന്ന് പറയേണ്ടി വരും. ആ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് TV പുറത്തുവിടുകയും ചെയ്യുന്നത്. അഥവാ ലക്ഷക്കണക്കിന് രോഗികളെത്തുന്ന മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ പല കെട്ടിടങ്ങളും അങ്ങേയറ്റം അപകടാവസ്ഥയിലാണ് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി 3 ബ്ലോക്കുകളാണ് ഈ രോഗികൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി മഞ്ചേരി മെഡിക്കൽ കോളേജിലുള്ളത്. ABC ബ്ലോക്കുകളാണ്. ഈ 3 ബ്ലോക്കുകളും കാലപ്പഴക്കം ചെന്നതാണ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ തന്നെ BC ബ്ലോക്കുകളുടെ അവസ്ഥയാണ് കുറച്ചുകൂടി പരിതാപകരമായിട്ടുള്ളത്. അതിൽ ഏറ്റവും പഴക്കം ചെന്ന കെട്ടിടം എന്ന് പറയുന്നത് B ബ്ലോക്കാണ്. നിലവിൽ പ്രസവ വാർഡുള്ള, അതുപോലെ തന്നെ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റുള്ള, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുള്ള നിലയിലെ ആയിരക്കണക്കിന് ആളുകൾ നിലയിൽ കയറി ഇറങ്ങുന്ന B ബ്ലോക്ക് കെട്ടിടം. ആ ബ്ലോക്ക് കെട്ടിടത്തിന്റെ നില അങ്ങേയറ്റം പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. അറ്റകുറ്റപ്പണി നടത്തിയാൽ പോലും ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ട് സ്ട്രക്ചർ ഓഡിറ്റിംഗ് നടത്തിയാൽ മാത്രമേ അത് പരിശോധിക്കാൻ കഴിയുമോ എന്നുള്ള, അല്ലെങ്കിൽ അത് അറ്റകുറ്റപ്പണി നടത്തിയാൽ പോലും അത് ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി ഉയർത്തുന്ന വിഷയങ്ങൾ, ഒന്ന്, ഈ കെട്ടിടത്തിൽ കോൺക്രീറ്റ് പാളികൾ തുടർച്ചയായി അടർന്നു വീഴുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല ഈ B ബ്ലോക്ക് കെട്ടിടത്തോടും C ബ്ലോക്ക് കെട്ടിടത്തോടും ചേർന്നുള്ള ടോയ്ലറ്റ് ബ്ലോക്കുകളുണ്ട്, ടോയ്ലറ്റ് കെട്ടിടങ്ങളുണ്ട്. അതെല്ലാം തന്നെ പൂർണ്ണമായും അങ്ങേയറ്റം അതിൻ്റെ സ്ട്രക്ചറുകളടക്കം അപകടാവസ്ഥയിലാണ് എന്നുള്ളതാണ്. അടിയന്തരമായി ഇടപെട്ടിട്ടില്ലെങ്കിൽ അത് അത്യധികം അപകടം സംഭവിക്കുന്ന രീതിയിലാണ് എന്നുള്ളതാണ് കൃത്യമായി ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല ഈ സ്ട്രക്ചർ ഓഡിറ്റ് നടത്തണമെന്നുള്ളത്, ഇല്ലെങ്കിൽ ഈ ടോയ്ലറ്റ് ബ്ലോക്കുകൾ ഫിസിക്കലി അൺഫിറ്റാണ് എന്നുള്ളത് നേരത്തെ തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചതാണ്. പക്ഷേ ഇതുവരെ അതിൽ ഒരു നടപടിയുമായിട്ടില്ല. തുടർച്ചയായിട്ടാണ് ഇപ്പോൾ വീണ്ടും ഒരു പരിശോധന നടത്തുകയും ആ പരിശോധന ഇത്തരത്തിൽ കണ്ടെത്തലുകൾ നടത്തുകയും ചെയ്യുന്നത്. ഈ B ബ്ലോക്കിലൊക്കെ തന്നെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുകയും ബീമും സ്ലാബും അടക്കം വലിയ തോതിൽ ലീക്കാവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. അത്തരത്തിൽ അവിടുത്തെ ഉണ്ടായ സാഹചര്യത്തിൽ പിന്നീട് അതൊരു പ്ലാസ്റ്ററിങ് നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ആ പ്ലാസ്റ്ററിങ്ങുകളടക്കം ഇപ്പോൾ അടർന്നു വീഴുകയാണ് എന്നുള്ളതും കൃത്യമായ റിപ്പോർട്ടിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇതൊക്കെ തന്നെ അടിയന്തരമായ ഒരു സ്ട്രക്ചർ ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം. അത് NIT എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ കൊണ്ട് തന്നെ അത്തരത്തിൽ ഈ സ്ട്രക്ചർ ഓഡിറ്റിംഗ് നടത്തണമെന്നുള്ളൊരു ശുപാർശയും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സ്വാഭാവികമായും മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ജനറൽ ആശുപത്രി വിഷയം, അതിൻ്റെ ഉടമസ്ഥവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തർക്കം രൂക്ഷമായിരിക്കുകയാണ്. അത് തന്നെ വലിയ തോതിൽ പ്രതിസന്ധിയിലെത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ അതീവ ഗുരുതര സ്വഭാവത്തിലുള്ള റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നത്. സുജാ, നമുക്ക് നേരത്തെയും ഇത്തരത്തിലുള്ള റിപ്പോർട്ട് അവഗണിച്ചതിൻ്റെ പേരിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു സാധു സ്ത്രീയുടെ ജീവൻ തന്നെ പൊലിയുന്ന രീതിയിലേക്ക് ഒരു അപകടം ഉണ്ടാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതാണ്, അതുപോലെ ഒരു അപകട ഭീഷണി ഉയർത്തി നിൽക്കുകയാണ് ഈ ബ്ലോക്ക്. ഈ അപകടാവസ്ഥയിലുള്ള ഇടങ്ങളിലൂടെ ആളുകൾ കടന്നു പോകുന്നത് കൂടി കാണുമ്പോഴാണ് അതിന്റെ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാകുന്നത്. ഇനിയെങ്കിലും അധികൃതർ ഇടപെടണം. അത് ഇനിയിപ്പോൾ അവർക്കിപ്പോഴും സംശയമാണല്ലോ, അത് ജനറൽ ആശുപത്രിയാണോ മെഡിക്കൽ കോളേജാണോ? ആദ്യം ആ തർക്കം തീരണം, പിന്നീട് ആർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം എന്നുള്ള തർക്കം തീരണം. പക്ഷേ ജനങ്ങളുടെ തലയിലേക്ക് ഇതെല്ലാം പൊളിഞ്ഞിളകി വീണ് കഴിഞ്ഞാൽ ഈ കണക്കുകളൊക്കെ വെച്ചുകൊണ്ട് ഒരു ഭാഗത്ത് മാറിയിരിക്കാനേ എല്ലാവർക്കും കഴിയൂ എന്നത് കൂടി ഓർക്കണം.